സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഇത് ആനക്കാമ്പൊയിലാണ്. വയനാട് തുരങ്കപാതയുടെ ആദ്യ ബ്ലാസ്റ്റിംഗ് നടക്കാൻ പോകുന്നത് ആനക്കാമ്പൊയിൽ മറുപയ ഭാഗത്താണ്. ഏതായാലും വയനാട് തുരങ്കപാത 8.1 കിലോമീറ്റർ നീളമുള്ള കേരളത്തിന്റെ ഒരു സ്വപ്നപാതയാണ് വയനാട് തുരങ്കപാത കേട്ടോ. ഒരുപാട് കാലത്തെ മലയാളികളുടെ സ്വപ്നമാണ് വയനാട് ചുരം കയറാതെ വയനാട്ടിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന ഒരു പാത, ബദൽ പാത. ഏതായാലും ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. പണികളെല്ലാം നല്ല വേഗത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോ ടോപ്പിലായിട്ട് നിൽക്കുന്നത്. നമ്മളെ കൂടെ തിരുവമ്പാടി ബഹുമാനപ്പെട്ട MLA ബ്രോ എന്നാണ് പറയാറുള്ളത്. അതെ അതെ. ഓക്കെ, എങ്ങനെയുണ്ട്? നമ്മള് ഇവിടെ വന്നപ്പോ മനസ്സിലായില്ലേ എന്താണ് ഇതിന്റെ ലൊക്കേഷൻ, ഇതിന്റെ സ്ഥിതി എന്താന്നൊക്കെ മനസ്സിലായില്ലേ. നമ്മള് എന്താണ് കേരളം കണ്ട ഒരു വലിയ സ്വപ്നത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ആ സ്വപ്നത്തെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്ന ആ സ്വപ്നത്തിന്റെ ആ യാഥാർത്ഥ്യമാവുന്ന മുഖത്താണ് നമ്മളുള്ളത്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഭംഗി. ഇവിടെ ഒരു MLA എന്ന നിലയ്ക്ക്, അത് തിരുവമ്പാടി മണ്ഡലത്തിലെ MLA നിലയ്ക്ക് ഒരുപാട് നിങ്ങൾ ഇതിനു വേണ്ടി പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും നമുക്കെന്താണ് എന്താ പറയാ, ഒരു അഭിമാന ബോധത്തോടു കൂടിയാണ് ഇതിന് നിൽക്കുന്നത്. കാരണം വെച്ചാൽ ഈ ഗവൺമെന്റ് ഇല്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി ഒരിക്കലും യാഥാർത്ഥ്യമാവില്ല. കിഫ്ബി എന്ന് പറഞ്ഞ പദ്ധതി ഇല്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങൾ കണ്ട ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എടുത്ത വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഈ പദ്ധതി എന്ന് പറയുന്നത്. വയനാട് ടണൽ പ്രോജക്ട്. അതെ അതെ, ആനക്കാമ്പൊയിൽ, കള്ളാടി, മേപ്പാടി ടണൽ പ്രോജക്ട്. ഓക്കെ, ഏതായാലും MLA ഹാപ്പിയാണ്, ഇവിടുത്തെ ജനങ്ങളും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്, കേരളം ഒട്ടാകെ ഹാപ്പിയാണ്. കാരണം ഓക്കെ.